സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാനുള്ള ചില ഇസ്മുകൾ ഞാൻ പറഞ്ഞു തരാം. 4ഓളം വരുന്ന ഇസ്മുകൾ, അതുപോലെ തന്നെ ചില സൂറത്തുകളുണ്ട്, അതുപോലെ ചെയ്യാനുള്ള ചില ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഏത് ഇസ്മാണ് ചൊല്ലേണ്ടത് എന്ന് സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കിക്കൊണ്ട് സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കാൻ, പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു കേൾക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. 7 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു അമൽ ചെയ്യുകയാണ് എങ്കിൽ, ഞാൻ ഈ പറയുന്ന അമൽ 7 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ചെയ്യുകയാണ് എങ്കിൽ നിലവിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രയാസത്തിനുമുള്ള സൊല്യൂഷൻ അവരുടെ മുമ്പിൽ കിട്ടും. അതിനുള്ള പരിഹാരമാർഗം, എളുപ്പ വഴി അവർക്ക് തുറന്നു കിട്ടും. അവർ പോലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ തീർന്നു കിട്ടാൻ സബബാകുന്ന ഒരു 7 ദിവസത്തെ അമൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കേൾക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള, പ്രയാസങ്ങളുള്ള നമ്മുടെ കൂട്ടുകാരിലേക്ക്, കുടുംബാദികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും പുറത്ത് അല്ലാഹു നമ്മയൊക്കെ മുഖ്ലിസീങ്ങളിൽ ചേർത്ത് തരുമാറാകട്ടെ. സാമ്പത്തിക പുരോഗതി അല്ലാഹു നൽകുമാറാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ പ്രയാസമാണ്. കാരണം മനസമാധാനം നഷ്ടപ്പെടുത്തി കളയാൻ ഇതുപോലൊരു പ്രയാസം വേറെയില്ല. സാമ്പത്തികമായി തകർച്ച വന്നാൽ മാനസികമായി തളർന്നു പോകും. അത് അയാളുടെ ജീവിതം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ വരെ കാരണമായി തീരുന്ന ഒരു പ്രയാസം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കുക, സന്തോഷം ലഭിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാം. പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്, പല മാർഗങ്ങളും തേടുന്നവരുണ്ട്. സാധാരണ എന്നോട് തന്നെ പല ആളുകളും ഈ ഒരു ദിവസം ഒരു 100 ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ 90% ആളുകളും 90 ആളുകളും എന്ത് ചെയ്യുക, സാമ്പത്തികമായ ഞെരുക്കം കാരണം പ്രയാസപ്പെടുന്നവരാണ്. അല്ലേ? എനിക്ക് വരുന്ന കോളുകൾ, മെസ്സേജുകളൊക്കെ തന്നെ അധികവും ഒരു 90% സാമ്പത്തിക ഞെരുക്കം കൊണ്ട്, കടബാധ്യത ബാധിച്ചവരോ, കിട്ടാനുള്ളതോ അല്ലെങ്കിൽ കൊടുക്കാനുള്ളതോ, ഇങ്ങനെ തുടങ്ങിയിട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പറയുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും നമ്മൾ പരിഹാരം ചെയ്തു കൊടുത്തവർ പലരും വിളിച്ച് സന്തോഷം അറിയിക്കുന്നവരുണ്ട്. ഇനിയും സന്തോഷം ലഭിക്കാനുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും പരിഹാരം നൽകി എത്രയും പെട്ടെന്ന് അവരുദ്ദേശിച്ച, മനസ്സിന് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സന്തോഷം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമ്മളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നീങ്ങി പുരോഗതി ഉണ്ടാകാനുള്ള ഒരു 4 ഇസ്മുകൾ, അതുപോലെ തന്നെ 3 സൂറത്തുകൾ, അതുപോലെ ചെയ്യാൻ പറ്റുന്ന മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദുആയും, അതിന് അപ്പുറം 7 ദിവസം തുടർച്ചയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇത് കൃത്യമായി ജീവിതത്തിൽ പതിവാക്കി സാമ്പത്തികമായ സകല ഞെരുക്കങ്ങളും അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ, നീക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ചൊല്ലേണ്ട ഇസ്മുകൾ ഏതൊക്കെയാണ്? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ കാണാം പ്രധാന ഇസ്മുകളാണിത്. നമ്മൾ റിസ്കുമായി ബന്ധപ്പെട്ട്, നമുക്ക് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൊല്ലേണ്ട, എപ്പോഴും പതിവാക്കേണ്ട ഒരു ഇസ്മാണ് യാ റസാഖ് എന്ന ഇസ്മ. റസാഖ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് നൽകുന്നവൻ. നമുക്ക് നൽകിയതല്ല, നമ്മുടെ സമ്പത്താകട്ടെ, കച്ചവടങ്ങളാകട്ടെ, ജോലിയാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, ഇതൊക്കെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ റിസ്കുകളാണ്. ഇതിൽ വിശാലത ഉണ്ടാകണം, ഇതിൽ ഖൈർ ഉണ്ടാകണം, നമുക്ക് കിട്ടിയതിൽ ബറക്കത്ത് ഉണ്ടാകണം. യാ റസാഖ് എന്ന ആ ഉപജീവനം നൽകുന്നവൻ, അങ്ങനെ എന്ത് അർത്ഥം വെക്കാം നമുക്ക്? ഉപജീവനം നൽകുന്നവനായ അള്ളാഹ്. ഈ റസാഖ് എന്ന ഇസ്മ എല്ലാ ദിവസവും രാവിലെ 308 പ്രാവശ്യം ചൊല്ലുക. 308 തവണ. എന്താണ് അങ്ങനെ ഒരു കണക്ക് എന്ന് ചിന്തിക്കേണ്ടതില്ല. മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ചൊല്ലി ഫലം കിട്ടിയ ഒരു കണക്ക് അവർ നമ്മെ ബോധ്യപ്പെടുത്തി. ഇന്നത് ചെയ്താൽ ഇതിന് ഫലമുണ്ടാകുമെന്ന് പരിചയപ്പെടുത്തിയത് വിനീതൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അത് എന്തിനാ 308? ഒന്നിಗೆ 8 കുറച്ചിട്ട് 300 ആക്കിയാൽ പോരെ എന്ന് ചോദിക്കേണ്ട. അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 310 ആക്കിയാൽ എന്താ കുഴപ്പം? ഒരു റൗണ്ട് കണക്കായല്ലോ എന്ന്. അങ്ങനല്ല. 308 ചൊല്ലാൻ പറഞ്ഞാൽ അത് ചൊല്ലിയാൽ മതി. 308 ചൊല്ലാൻ പറഞ്ഞാൽ അത് ചൊല്ലിയാൽ മതി. എന്താണ് ളുഹർ നിസ്കാരം 4 റക്അത്താക്കി ഒന്നുകൂടെ ആക്കി 5 ആയിട്ടൊരു മൊഞ്ചുണ്ടായെന്ന് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. 4 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ 4 നിസ്കരിക്കാം. 2 റക്അത്ത് സുബഹി നിസ്കരിക്കാം. കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കാരം ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. 2 റക്അത്താണ് അപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞത്, നിസ്കരിച്ചാൽ മതി. അപ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ മതി. കൂടുതലായി ചെയ്തിട്ട് എന്ത് ചെയ്യുക?
കൂടുതൽ ചെയ്യുക, ആവേശം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ചെല്ലുക, അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ആ ഒരു കണക്ക് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, ഒരു കാര്യം പൂർത്തിയാക്കാൻ ചെല്ലുമ്പോൾ ആ അതത് കറക്റ്റായിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് 308 തവണ യാ റസ്സാഖു എന്ന ഇസ്മ രാവിലെ ചൊല്ലുക. രണ്ടാമത്തത് അൽ ഖനീ, യാ ഖനിയു എന്ന ഇസ്മ. യാ ഖനിയു എന്ന് പറയുന്നത് സമ്പന്നൻ എന്നർത്ഥം. ഖനീ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ അല്ലേ. സമ്പത്തുള്ള ആൾക്കല്ലേ സമ്പത്ത് തരാൻ പറ്റുള്ളൂ. നമ്മൾ റബ്ബിനോടാണ് ചോദിക്കുന്നത്. ഏറ്റവും വലിയ സമ്പന്നനാണ് അള്ളാഹു. അപ്പോൾ ഏറ്റവും വലിയ സമ്പന്നനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ സമ്പത്തുള്ളവൻ അവൻ നൽകും നമുക്ക്. ആ നല്ല ഈമാനോട് കൂടിയിട്ടാണ് ചോദിക്കേണ്ടത്. യാ ഖനിയു എന്നത് ദിവസവും ഒന്നിരിക്കൽ 100 തവണയോ പറ്റുന്ന ആളുകൾ 1000 തവണയോ ചൊല്ലാം. 100 തവണ പതിവാക്കി ചൊല്ലാം. സമയക്കുറവുള്ള ആളുകളാണ്, ജോലി തിരക്കൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ പറ്റുന്നത് കഴിവിൻ്റെ പരമാവധി രാവിലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. 100 തവണ ചൊല്ലുക. ഇനി സമയം കുറച്ച് കൂടുതലുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി കുറേ പ്രയാസത്തിൽ കഴിയുന്നവരാണെങ്കിൽ 1000 തവണ ദിവസവും പതിവാക്കുക. അത് ഒറ്റയടിക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നില്ല എങ്കിലും ആ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർത്താൽ മതി. റസാഖ് എന്ന ഇസ്മ, ഖനി എന്ന ഇസ്മ. മൂന്നാമതായി കാണാം മുഗ്നി, അൽ മുഗ്നി എന്ന നാമം. മുഗ്നി എന്ന് പറഞ്ഞാൽ സമ്പന്നനാക്കുന്നവനായ അള്ളാഹ്. സമ്പത്തുണ്ട് അള്ളാഹുവിന്, സമ്പന്നനാണ് ഓൾറെഡി. അതുമാത്രവുമല്ല, അള്ളാഹു മറ്റുള്ളവരെ സമ്പത്ത് ഉള്ളവരാകുമ്പോൾ നമ്മളെ സമ്പന്നനാക്കുന്ന ആരാ? യജമാനനായ റബ്ബാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമ്പന്നരായ ആളുകളെല്ലാം തന്നെ നോക്കിയാൽ എല്ലാവർക്കും സമ്പത്ത് കൊടുത്തവൻ അള്ളാഹുവാണ്. കഴിഞ്ഞു പോയ സകല രാജാക്കന്മാരെയും രാജാക്കന്മാരാക്കിയത് അള്ളാഹുവാണ്. ലോകമടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അടക്കമുള്ള രാജാധികാരമുള്ള ആളുകൾ, അവർക്കൊക്കെ ആ സമ്പത്ത് കൊടുത്തവൻ സൃഷ്ടാവായ റബ്ബ് മാത്രമാണ്. അപ്പോൾ സമ്പന്നനാക്കുന്നവനായ അല്ലാഹ് മുഗ്നി. ഈ അൽ മുഗ്നി എന്ന നാമം, യാ മുഗ്നി, യാ മുഗ്നി ചൊല്ലേണ്ട അങ്ങനെയാണ്. യാ റസാഖു, യാ ഖനിയു, യാ മുഗ്നി. യാ അള്ളാഹു എന്ന് ചേർത്തും വേണേൽ ചൊല്ലാം. ഇത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ യാ റസാഖു എന്ന് മാത്രം ചൊല്ലാം, യാ ഖനിയു എന്ന് മാത്രം ചൊല്ലാം, അല്ലെങ്കിൽ യാ മുഗ്നി എന്ന് മാത്രം ചൊല്ലാം. സമ്പന്നനാക്കുന്ന ഇതും ദിവസവും 100 തവണ ചൊല്ലാൻ ശ്രമിക്കുക. സമയമുള്ള ആളുകളാണെങ്കിൽ 1000 തവണയിലേക്ക് അത് നീട്ടാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാലാമതായി കാണാം ബാസിത്ത് എന്ന ഇസ്മ. യാ ബാസിത്തു. യാ ബാസിത്തു എന്ന ഇസ്മും ഇതേപോലെ തന്നെ. ബാസിത്തു എന്ന് പറഞ്ഞാൽ വിശാലത ചെയ്യുന്നവൻ, വിശാലമാക്കുന്നവൻ. ബാസിത്തു എന്ന ഇസ്മും രാവിലെയോ വൈകുന്നേരമോ 100 എണ്ണം വീതമോ, അല്ലെങ്കിൽ അധികരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ 1000 എണ്ണവും എന്ത് ചെയ്യുക, ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 ഇസ്മുകളും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ദിവസം തന്നെ ചൊല്ലി തീർക്കാവുന്ന എണ്ണവേ ഉള്ളൂ. റസാഖ് എന്നത് 308, അതുപോലെ ബാക്കിയുള്ളതെല്ലാം 100 എണ്ണം വെച്ചും പതിവാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സിമ്പിളായിട്ട് ചൊല്ലി തീർക്കാൻ കഴിയും അല്ലേ. ഈ ഇസ്മുകളാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഖുർആൻ ഓതുന്ന പോലെ നോക്കിയിരുന്ന് കഷ്ടപ്പെട്ട് ഓതേണ്ട ആവശ്യമില്ല. യാ റസാഖു എന്ന് നമുക്ക് ചൊല്ലാൻ അറിയാത്തവരുണ്ടാവില്ല. ഇനി അറിയാത്തവരാണെങ്കിൽ അവർക്ക് പഠിക്കാനും എളുപ്പമുള്ള ഒരു ഇസ്മ തന്നെയല്ലേ. ഇസ്മ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പതിവാക്കാൻ ഏറ്റവും എളുപ്പമുള്ള അമലാണ് അസ്മാ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹു നമ്മുടെ കടങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ തീർത്തു വരുമാറാട്ടെ. അപ്പോൾ ഈ ഇസ്മുകൾ പതിവാക്കുക. ഇനി രണ്ടാമതായി പറയുന്ന കാറ്റഗറി ഏതാ, സൂറത്തുകളാണ്. ചില സൂറത്തുകളുണ്ട് നമ്മുടെ റിസ്കിൽ വർധനമുണ്ടാകാൻ, സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാൻ. അതിലൊന്നാമതായി പഠിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ വാഖിഅയാണ്. വാഖിഅ സൂറത്ത്. ഇദാ വഖഅതിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅൻ മുൻബസ്സാ വകുൻതും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. സദഖല്ലാഹുൽ അദീം. സൂറത്തുൽ വാഖിഅ ഓതാനും വളരെ എളുപ്പമുള്ള, ഓതാൻ വളരെ റാഹത്തുള്ള ഒരു സൂറത്ത് കൂടിയാണ് വാഖിഅ സൂറത്ത്. ആരെങ്കിലും ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ്, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണ്, പതിവാക്കിയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ, അതായത് ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഓതുന്നവരാണ് എങ്കിൽ സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്നവർക്ക് കാണാൻ കഴിയും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നവർക്ക് കാണാൻ കഴിയും. നല്ല നിയത്തോടു കൂടി ഓതണം. ഓതുമ്പോൾ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, മാക്സിമം തജ്വീദൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഓതാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിവിൻ്റെ പരമാവധി മഗ്‌രിബിന് ശേഷം തന്നെ ഓതാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല സമയം. ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം തന്നെ ഓതാൻ ശ്രമിക്കുക. അതിന് പറ്റിയില്ല എങ്കിലോ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്തുൽ വാഖിഅ ഓതി തീർത്ത് എന്ത് ചെയ്യുക, ഉറങ്ങാം. ഒന്നാമത്തെ സൂറത്ത് അതാണ്. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
തബാറക സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഓതുന്നവരാണ് അധികവും അല്ലേ. തബാറക സൂറത്ത് ആരെങ്കിലും ഒരാൾ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകണം എന്ന നിയ്യത്ത് വെച്ച് ഓതിക്കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിനെ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. അതായത് 3 മടങ്ങ് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും. ഉള്ള സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കും. അള്ളാഹു കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ നീക്കി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. സൂറത്തുൽ മുൽക്ക് ഇതും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ഓതി ശീലമാക്കുക. 3-മതായി കാണാം സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആരെങ്കിലും ഒരാൾ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം പതിവാക്കി, രാവിലെയും 3 തവണ വൈകുന്നേരവും 3 തവണ വീതം ഏതെങ്കിലും ഒരു സമയത്ത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പോ ഒരു 3 തവണ വീതം സൂറത്തുൽ ഇഖ്ലാസ് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണമെന്ന നിയ്യത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ, ഓതിയത് എങ്കിൽ അയാളുടെ സാമ്പത്തികമായ ഉയർച്ച അള്ളാഹു നൽകുന്നതാണ്. അയാളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കും. ഈ 3 സൂറത്തുകളും കൈമുതലാക്കി വെക്കാം. അതുപോലെ തന്നെ ചൊല്ലാനുള്ള ഒരു ദിക്ർ പഠിപ്പിക്കപ്പെട്ടത് അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്. ആ ഒരു ദിക്റിൻ്റെ വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞതാണ് സാമ്പത്തികമായി മെച്ചമുണ്ടാകാൻ ഈ ഒരു ദിക്ർ ജീവിതത്തിൽ അധികരിപ്പിക്കൽ മതിയായതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്. ഇനി 7 ദിവസം കൊണ്ട് 7 ദിവസം നമുക്കൊരു അമൽ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നീങ്ങി കിട്ടാൻ 7 ദിവസത്തെ ഒരു അമൽ. അത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇപ്പോൾ 2 ദിവസം ചെയ്തു, 3 ചെയ്തില്ല, 4-മത്തെ ദിവസം ചെയ്തു, അങ്ങനെയല്ല. മറിച്ച് ഇപ്പോൾ ഇന്ന് തുടങ്ങിയാണെങ്കിൽ 7 ദിവസം അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. അതിങ്ങനെ റൊട്ടേഷൻ എന്ത് ചെയ്യുക, പതിവാക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സാമ്പത്തികമായി മാറ്റം വരുന്നത് കാണാൻ കഴിയും. അതിലൊന്നാമത് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഫജ്റിന് ശേഷം ഈ യാ റസാഖു എന്ന ദിക്ർ 308 തവണ ചൊല്ലുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് യാ റസാഖു എന്ന ദിക്ർ ഫജ്റിന് ശേഷം സുബഹയ്ക്ക് ശേഷം 308 തവണ ചൊല്ലുക. അതിനുശേഷം ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം യാ ഗനിയു യാ മുഗ്നി എന്ന ദിക്ർ, യാ ഗനിയു യാ മുഗ്നി എന്ന ദിക്ർ 100 പ്രാവശ്യവും ചെല്ലുക. ഇതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്, ഈ ഒരു ദിക്ർ 11 തവണ ചൊല്ലുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു രൂപത്തിൽ തന്നെ ഈ ഒരു അമൽ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ഏത് യാ റസാഖു യാ ഗനിയു യാ മുഗ്നി, അതുപോലെ ദിക്റും കഴിഞ്ഞു. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും ഇഖ്ലാസും ഓതിയിട്ട് കിടക്കാം. ഇതൊരാഴ്ചക്കാലം നിങ്ങളൊന്ന് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഈ ഒരു അമൽ ഒരാഴ്ച നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല കടബാധ്യതകളും തീർത്തുതരും, സാമ്പത്തികമായി വലിയ ഉയർച്ച നൽകും ഇൻഷാ അല്ലാഹ്. അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.